Riyadh Islahi Center's Coordination Committee. Assalamu alaikum wa rahmatullahi wa barakatuh. Innal hamdalillah nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udzu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് എല്ലാ ആളുകൾക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖിനാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിക്കുന്ന 17ാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റഹ്മാനായ റബ്ബ് ഈ ഇരുത്തം സ്വാലിഹായ സൽക്കർമ്മമായി നമുക്ക് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മൾ കഴിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിശദീകരിച്ച 16ാമത്തെ ക്ലാസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യ പ്രബോധനം ആരംഭിച്ചു. പരസ്യ പ്രബോധനം ആരംഭിച്ച സമയത്ത് പല രൂപത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസങ്ങൾ ഉണ്ടായി. അബൂ താലിബിനോട് അവർ പോയി പറഞ്ഞതും അബൂ താലിബിന്റെ സംരക്ഷണത്തിൽ നിന്ന് നബിയെ ഒഴിവാക്കാൻ പറഞ്ഞ വിഷയങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിച്ചു. കഴിഞ്ഞ അവസാനം നമ്മൾ വിശദീകരിച്ച വിഷയം വലീദ് ബിൻ മുഗീറയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വലീദ് ബിൻ മുഗീറ ആദ്യകാലങ്ങളിൽ ആ മനുഷ്യൻ ഇസ്ലാമിനെ കുറിച്ച് നല്ലത് പറയുകയും ബാക്കിയുള്ള സ്വഹാബിമാർ വിചാരിച്ചു പോകുക പോലും ചെയ്തു പോയി, ഈ മനുഷ്യൻ ഇസ്ലാം സ്വീകരിക്കുമോ എന്ന് വിചാരിച്ച സമയത്ത് പോലും വലീദ് ബിൻ മുഗീറ അവസാനം വെച്ചിട്ട് എന്ത് ചെയ്തു? ഇസ്ലാമിനെ തള്ളി പറയുകയാണ് ചെയ്തത്. അബൂജഹലിനെ പോലെയുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടേക്ക് ചെല്ലുമ്പോഴും അവിടെ എത്തിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുന്നതിന് മുമ്പ് അബൂജഹൽ കയറി സംസാരിക്കും, എനിക്ക് ശേഷം ഇനി എന്റെ സഹോദരന്റെ മകൻ മുഹമ്മദ് സംസാരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് കദ്ദാബാണ്,
മുഹമ്മദ് നബി പെരിങ്കള്ളനാണ്, മുഹമ്മദ് നബി മജ്നൂനാണ്, ഭ്രാന്തനാണ് എന്ന ആളുകളുടെ മുമ്പിൽ പരസ്യപ്പെടുത്തിയിട്ട് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നബിയെ എങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്താൻ പറ്റൂ? പുതുതായിട്ട് മക്കയിലേക്ക് ഒരാൾ കടന്നു വരുന്ന സമയത്ത് അവരോട് പോയിട്ട് പറയും, നിങ്ങൾ മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം കെണിയിൽ അകപ്പെട്ടു പോകരുത്. തുഫൈൽ ബിൻ അംർ അദ്ദൗസി എന്ന് പറയുന്ന വ്യക്തി വന്നതും അദ്ദേഹം പിന്നീട് ഇസ്ലാമിനെ പുൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. എന്തായാലും ഈ പരസ്യ പ്രബോധനത്തിനൊടുവിൽ മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകൾ തീരുമാനിച്ച, അവര് സ്വീകരിച്ചു വന്ന നിലപാടുകൾ അത് ഫലം കാണുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോ ഹിജ്റ നുബുവത്തിന്റെ 4-ാം വർഷം അവരെന്ത് ചെയ്തു? മർദ്ദനങ്ങൾ തുടങ്ങി. മൃഗീയമായി കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെയും സ്വഹാബികളെയും അവര് മർദ്ദിച്ചാണ്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മർദ്ദിച്ചത്, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ യജമാനൻ ഉമയ്യത്ത് ബിൻ ഖലഫ് മർദ്ദിച്ചത്, അമ്മാറിനെയും യാസുവിനെയും സുമയ്യ റളിയല്ലാഹു അൻഹയെയും അതേപോലെ തന്നെ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികൾ കേൾക്കേണ്ടി വന്ന പ്രയാസങ്ങളും പീഡനങ്ങളും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിച്ചു. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി അതിനുശേഷമുള്ള ഭാഗമാണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. റഹ്മാനായ റബ്ബ് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തായാലും മർദ്ദനങ്ങളുടെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയപ്പോ അള്ളാഹുവിന്റെ റസൂലിനെ അനുവാദം കിട്ടുകയാണ് സ്വഹാബികളോട്, ഇസ്ലാം സ്വീകരിച്ച മുസ്ലിങ്ങളായ ആളുകളോട് ഹിജ്റ പോകാൻ വേണ്ടി പറഞ്ഞത്. ഹിജ്റക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? അവർക്ക് അനുവാദം കിട്ടി. വിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിലെ 10-ാമത്തെ ആയത്ത്. അബിസീനിയയിലേക്കാണ് അവർക്ക് ഹിജ്റ പോകാനുള്ള അനുവാദം കിട്ടിയത്. അബിസീനിയയിലേക്ക്, എത്യോപ്യൻ രാജ്യത്തേക്ക് അനുവാദം കിട്ടിയപ്പോൾ സൂറത്ത് സുമറിലൂടെ 10-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കുൽ നബിയെ പറയുക, യാ ഇബാദില്ലദീന ആമനു, അല്ലാഹുവിൽ വിശ്വസിച്ചവരായ ദാസന്മാരെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അതേപോലെ തന്നെ എന്നിട്ട് അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലില്ലദീന അഹ്സനു ഫീ ഹാദിഹി ദുനിയ ഹസന, നിങ്ങൾ ഈ ഐഹിക ജീവിതത്തിൽ നന്മ പ്രവർത്തിച്ചവർക്കാണ് സൽഫലമുള്ളത്. എന്നിട്ട് പറയാണ്, വഅർദുല്ലാഹി വാസിയ, അല്ലാഹുവിന്റെ ഭൂമി എന്താണ്? വിശാലമാണ്. അപ്പൊ മക്കയിൽ നിങ്ങൾക്ക് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മക്കൾക്കപ്പുറം എന്തുണ്ട്? ലോകമുണ്ട്. മക്കൾക്കപ്പുറം അള്ളാഹുവിന്റെ വിശാലമായ ഭൂമിയുണ്ട്. ആ ഭൂമിയിലേക്ക് നിങ്ങൾ പോവുക എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങിയപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് എന്ത് ചെയ്തു? മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക്, അബിസീനയിലേക്ക് ഹിജ്റ പോയി. സൂറത്ത് സുമറിലെ 10-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് മഹാനായ മുഫസ്സിർ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, താബിഈ പണ്ഡിതൻ ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹിയുടെ ഒരു കൗലാണ്. എന്താണ് ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി പറയുന്നത്? ഫഹാജിറു ഫിഹാ വജാഹിദു വഅതസിലുൽ ഔസാൻ, അല്ലാഹുവിന്റെ ഈ ഒരു കൽപ്പന എന്താണ്? ഫഹാജിറു, നിങ്ങൾ ഹിജ്റ പോകണം, വജാഹിദു, നിങ്ങൾ ധർമ്മസമരം നടത്തണം, വഅതസിലുൽ ഔസാൻ, വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം. അതുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് നിങ്ങൾക്ക് ഹിജ്റ പോകാനുള്ള അനുവാദമാണ് ഈ ഒരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബികൾക്ക് നൽകുന്നത് എന്ന് മഹാനായ ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹിയുടെ കൗല് വെച്ച് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി വിശദീകരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് ഇമാം തുബരി റഹ്മത്തുള്ളാഹി പറയാണ്, വഅർദുല്ലാഹി വാസിയ, അല്ലാഹുവിന്റെ ഭൂമി വിശാലമാണ്, അതുകൊണ്ട് ഫഹാജിറു മിൻ അർളി ശിർക്ക്, ഈ ശിർക്കൻ നാടുകളിൽ നിന്ന് നിങ്ങൾ ഹിജ്റ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന മറ്റൊരു നാട്ടിൽ പോയി നിങ്ങൾ കയറുക എന്ന രൂപത്തിൽ മഹാനായ ഇമാം തുബരി റഹ്മത്തുള്ളാഹിയും ഈ ആയത്തിന്റെ വിശദീകരിക്കുന്നതായി കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും നമ്മൾ പറഞ്ഞു വന്ന വിഷയം, മക്കയിൽ പീഡനങ്ങളുടെ മൂർധന്യാവസ്ഥയിൽ എത്തിയപ്പോ അള്ളാഹുവിന്റെ റസൂലിന് അനുവാദം കിട്ടുകയാണ് മുസ്ലിമീങ്ങളോട് മക്ക വിട്ട് മറ്റൊരു നാട്ടിലേക്ക് ഹിജ്റ പോകാൻ. അവര് പോയ നാട് ഏതാണ്? അബിസീനയാണ്, എത്യോപ്യയാണ്. ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നത്, പറയപ്പെടുന്നു, ഇന്നഹാ കാനത്ത് ബഅദ വഫാത്തി അബീ ത്വാലിബ്, അബൂ ത്വാലിബിന്റെ മരണത്തിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് എന്നും ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൽ ചില ദുർബലുകളും നമുക്ക് കാണാൻ കഴിയും. എന്തായാലും എവിടേക്ക് പോകണമെന്ന് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി അവർക്ക് നിർദ്ദേശം കൊടുത്തു. വെറുതെ പോകാൻ മാത്രമല്ല പറഞ്ഞത്, എവിടേക്ക് പോകണം എന്നുള്ളത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നിർദ്ദേശം കൊടുത്തു. അത് അബിസീനയാണ്, അതേപോലെ തന്നെ എത്യോപ്യൻ രാജ്യമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. എന്താണ് എത്യോപ്യ അല്ലെങ്കിൽ അബിസീനിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുക്കാനുള്ള കാരണം?
ആ നാട്ടിൽ അന്ന് മക്കയിൽ ഒരുപാട് നാടുകളുണ്ട്, അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട്. പക്ഷെ അവിടേക്കൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകാൻ അനുവാദം കൊടുത്തില്ല. അവരോട് പോകാൻ പറഞ്ഞത് എവിടേക്കാണ്? എത്യോപ്യയിലേക്കാണ്, അബിസീനിയയിലേക്കാണ്. അതിന്റെ കാരണമായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ കാണാൻ കഴിയും, ലൗ ഖറജതു ഇലാ അർദിൽ ഹബശ ഫഇന്ന ബിഹാ മലികൻ ലാ യുഗ്ലമു ഇൻദഹു അഹദുൻ. നിങ്ങൾ അബിസീനിയയിലേക്ക് അല്ലെങ്കിൽ എത്യോപ്യയിലേക്ക് നിങ്ങൾ ഹിജ്റ പോവുകയാണെങ്കിൽ ഫഇന്ന ബിഹാ മലികൻ, അവിടെ ഒരാളുണ്ട്, അവിടെ ഒരു രാജാവുണ്ട്. എത്യോപ്യയില് ഒരു രാജാവുണ്ട്. ആ രാജാവിന്റെ പ്രത്യേകത എന്താണ്? ലാ യുഗ്ലമു ഇൻദഹു അഹദുൻ, ആ രാജാവിന്റെ അരികിൽ ഒരാളും ആക്രമിക്കപ്പെടുകയില്ല. ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ കയറിയിരിക്കോ. ായിരുന്നു ഇത് എന്നുള്ളത്. കുട്ടി എന്ത് ചെയ്താണ്? അതിനു വേണ്ടി ചെയ്ത ഒരു പ്രവർത്തനായിരുന്നു. ഈ ഒരൊറ്റ കാരണം കൊണ്ട് എന്ത് ചെയ്തു? ജൂത മതത്തിലേക്ക് പോയ ആളുകൾ യഥാർത്ഥ മതത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. ഇതിന് കലിതുള്ളിയ എന്ന് പറയുന്ന ഭരണാധികാരി വലിയൊരു കടങ്ങ് കുടിച്ച് 20,000-ഓളം വരുന്ന ആളുകളെ ചുട്ടുകൊല്ലാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ബുറൂജിലൂടെ പറയുന്നത്, ഖുതില അസ്ഹാബുൽ ഹുദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് എന്ന് പറയുന്ന സംഭവമില്ലേ, അത് ആ സമയത്താണ് ഉണ്ടാകുന്നത്. ഇതിൽ 20,000-ഓളം വരുന്ന മനുഷ്യന്മാര് അവിടെ മരണപ്പെട്ട സമയത്ത് എന്ന് പറയുന്ന വ്യക്തി മാത്രം അതിൽ രക്ഷപ്പെട്ടു. ഈ ദൗസ് എന്ന് പറയുന്ന വ്യക്തി നേരെ റോമിലേക്ക് പോയി. റോമിൽ കൈസർ രാജാവുണ്ട്. കൈസർ രാജാവ് ക്രിസ്തീയ മതക്കാരനാണ്. ക്രിസ്തീയ മതത്തിലുള്ള ഈ കൈസർ രാജാവിനോട് പോയിട്ട് പറഞ്ഞു, നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തി 20,000-ഓളം വരുന്ന ആളുകളെ ഈ എന്ന് പറയുന്ന ഭരണാധികാരി കൊന്നിട്ടുണ്ട്. അതിന് പ്രതികാരം കിട്ടണം. അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി റോമൻ സാമ്രാജ്യത്തിലെ കൈസർ രാജാവ് പറഞ്ഞയക്കുന്നത് നജ്ജാശി രാജാവിനെയാണ്. നജ്ജാശി രാജാവിന് 2 ചീഫ് കമാൻഡർമാരുണ്ട്. ഒന്ന് അരിയാത്തും 2 അബ്രഹത്തും. അബ്രഹത്തും അരിയാത്തും അബ്രഹത്തും എന്ന് പറഞ്ഞാൽ 2 പേരും ആ സൈന്യത്തിൽ ഒരുപോലെ കഴിവുള്ള ആളാണ്. അരിയാത്തും അബ്രഹത്തും നജ്ജാശി രാജാവിന്റെ സൈന്യത്തിലുള്ള 2 പ്രധാനപ്പെട്ട ചീഫ് കമാൻഡർമാരാണ്. അരിയാത്തിന്റെ പ്രത്യേകത നല്ല ഉയരമുള്ള, അതേപോലെ തന്നെ കായികപരമായി ശക്തിയുള്ള ഒരാളാണ് അരിയാത്ത്. അബ്രഹത്തിന്റെ പ്രത്യേകത എന്താണ്? അബ്രഹത്ത് ഹൈറ്റ് കുറവുള്ള ഒരല്പം തടിച്ച വ്യക്തിയാണ്. ഇവര് 2 പേരും യമനിലെത്തി. ഈ എന്ന് പറയുന്ന ഭരണാധികാരിയിലെ 20,000-ഓളം വരുന്ന ആളുകളെ കൊന്ന ഇവർ വന്ന ഉടനെ തന്നെ ഇയാള് കടലിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. പിന്നീട് യമനിൽ ആരുടെ ഭരണമാണ്? അരിയാത്തിന്റെയും അബ്രഹത്തിന്റെയും. പിന്നെ സ്വാഭാവികമാണ് ഇവർക്കിടയിൽ പ്രശ്നം ഉണ്ടായി. ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബലമുള്ളവൻ അല്ലെങ്കിൽ കായികപരമായി ശക്തിയുള്ളവൻ, വലിയ രൂപത്തിൽ നേതാവ് ആരാണ് എന്ന വിഷയത്തിൽ എന്ത് ചെയ്തു? തർക്കമുണ്ടായി. അവസാനം അവർ തീരുമാനിച്ചു ദന്തയുദ്ധം നടത്തണം. അതിനെന്ത് ചെയ്യരുത്? ഒരാളും ഇടപെടാൻ പാടില്ല. ഇവരുടെ ഭൃത്യന്മാര് പോലും ഇടപെടാൻ പാടില്ല. ഈ അരിയാത്തും അബ്രഹത്തും യുദ്ധം ചെയ്തു. അരിയാത്ത് എന്ത് ചെയ്തു? അബ്രഹത്തിനെ വെട്ടി. ശരിക്കും അബ്രഹത്തിന്റെ പേരിന്റെ അർത്ഥം തന്നെ വെളുത്ത മുഖമുള്ളവൻ എന്നുള്ളതാണ്. പക്ഷെ അരിയാത്ത് വെട്ടിയപ്പോ അബ്രഹത്തിന്റെ ഈ ഒരു കണ്ണും മൂക്കും പുരികൊക്കെ വെട്ടി ഈ വലിയൊരു ഭാഗത്ത് എന്ത് ചെയ്തു? വലിയൊരു വെട്ട് കൊണ്ടു. അതുകൊണ്ട് തന്നെ പിന്നീട് അബ്രഹത്തിന്റെ ചരിത്രം വിളിച്ചത് അബ്രഹത്തുൽ ഹശറും, വെട്ടുകൊണ്ടവൻ എന്നുള്ളതാണ്. ഇങ്ങനെ ഈ മനുഷ്യനെ വെട്ടുകൊണ്ട് ഇയാളെ നിലത്ത് കടന്നപ്പോ പിന്നീട് വിജയിച്ചത് ആരാണ്? അരിയാത്താണ്. പക്ഷെ അവിടെ ഈ അബ്രഹത്തിന്റെ ഭൃത്യൻ ഹാദിമ് ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അയാൾ വന്ന് ഈ അരിയാത്തിനെ കുത്തിക്കൊന്നു. പിന്നീട് യമനിലെ അധികാരം ആരുടെ കയ്യിലാണ്? അബ്രഹത്തിന്റെ കയ്യിലാണ്. അബ്രഹത്ത് ചതിച്ച് എന്റെ ചീഫ് കമാൻഡറിനെ കൊന്നു എന്ന് നജ്ജാശി രാജാവ് പറഞ്ഞു. നജ്ജാശി രാജാവ് അവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്തു, ഞാൻ മക്കയുടെ യമനിന്റെ മണ്ണിൽ കാവി ചവിട്ടും, അതേപോലെ തന്നെ അബ്രഹത്തിന്റെ കുടുംബം ഞാൻ മുറിക്കും. അബ്രഹത്ത് നല്ല ബുദ്ധിയുള്ള ആളാണ്. 2 പ്രതിജ്ഞ ചെയ്തു. എന്താണ്? യമനില് കാല് ചവിട്ടും, അബ്രഹത്തിന്റെ കുടുംബം ഞാൻ മുറിക്കുന്നത്. ഈ അബ്രഹത്തിന്റെ മുടി മുറിച്ച്, മേലുള്ള മുടി മുറിച്ചിട്ട് ഒരു പാത്രത്തിലാക്കി. യമനിലെ മണ്ണ് ഒരു പിടി എടുത്തിട്ട് അതും ഒരു പാത്രത്തിലാക്കിയിട്ട് നജ്ജാശിക്ക് അയച്ചു കൊടുത്തു. എന്ന് പറഞ്ഞു, നിങ്ങൾ എന്താ പറഞ്ഞത്? പ്രതിജ്ഞ ചെയ്തത് എന്റെ കുടുംബം മുറിക്കുന്നല്ലേ? എന്താ ഞാൻ എന്റെ കുടുംബം മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ വെട്ടിക്കോളി. പിന്നെ നിങ്ങൾ പറഞ്ഞത് എന്താ? യമനിന്റെ മണ്ണിൽ കാല് ചവിട്ടുന്നല്ലേ? യമനിലെ മണ്ണ് ഞാൻ ഈ പാത്രത്തിലാക്കിയിട്ടുണ്ട്, അതിൽ ചവിട്ടിക്കോളി എന്നാണ്. അപ്പൊ എന്ത് ചെയ്തു? നജ്ജാശി രാജാവ് എന്ന് പറഞ്ഞു. പിന്നെ നജ്ജാശി രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആ നാട്ടിൽ വലിയൊരു കുല്ലൈസ് ഉണ്ടാക്കി, വലിയൊരു ചർച്ച. വലിയ രൂപത്തിൽ
വലിയ സമ്പത്തൊക്കെ ചെലവഴിച്ചിട്ടാണ് ആ കുല്ലൈസ് ഉണ്ടാക്കുന്നത്. ആ കുല്ലൈസ് മക്കയിലുണ്ടായിരുന്ന അറബികൾ പോയി കത്തിച്ചു. അതിന് പ്രതികാരം കിട്ടാനാണ് അബ്രഹത്ത് എന്ത് ചെയ്യണത്, ആനക്കര സംഭവത്തിന് വേണ്ടി വരുന്നത്. അപ്പൊ മനസ്സിലായില്ലേ? അങ്ങനെ വന്ന് അവരെന്ത് ചെയ്തു, പിന്നെ അങ്ങനെ വന്ന ആളുകളുടെ കൂട്ടത്തിൽ ആരുണ്ട്, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാമയുണ്ട്. അവര് പിന്നീട് എന്ത് ചെയ്തു, മക്കയിൽ താമസിച്ചു. അങ്ങനെ ആണ് ഇവര് തമ്മിലുള്ള ബന്ധം. അപ്പൊ മനസ്സിലായില്ലേ ഇവിടുന്ന് ഈ ബന്ധം വരുന്നെന്നുള്ളത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്യോപ്യ തെരഞ്ഞെടുക്കാനുള്ള കാരണം ഹിജറക്ക് മുമ്പും ഇവരുമായിട്ട് എന്തുണ്ട്, ബന്ധമുണ്ട്, കച്ചവട ബന്ധമുണ്ട്. മൂന്നാമത്തെ ഒരു പോയിന്റ് ആണ് യാത്രാ ദൂരം എന്താണ്, കുറവാണ് എന്നുള്ളതാണ്. യാത്രാ ദൂരം കുറവാണ്. മക്കയിൽ നിന്ന് അബിസീനിയയിലേക്ക് യാത്രാ ദൂരം കുറവാണ്. ഇതാണ് മക്ക, ഇതാണ് അബിസീനിയ. ഇവിടെ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് എത്താൻ ഏകദേശം 2-3 ദിവസം കപ്പലിൽ യാത്ര ചെയ്താൽ എന്ത് ചെയ്യും, അവർക്ക് അബിസീനിയയിലെത്താം. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബിസീനിയ തെരഞ്ഞെടുക്കാനുള്ള കാരണം. ഞാൻ വിശദീകരിക്കാം, ഏത് പിന്നെ കപ്പൽ മാർഗത്തിലൂടെയാണ് അവർ പുറപ്പെടുന്നതൊക്കെ വിശദീകരിക്കാം. നാലാമത്തെ പോയിന്റ്, ക്രൈസ്തവ ഭരണകൂടമാണ് പിന്നെ എത്യോപ്യയിൽ ഉണ്ടായിരുന്നത്. മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള അധികാരവും അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ എന്ത് ചെയ്യില്ല, ഈ മക്കയിലെ ആളുകൾ അബുസീനിയയിൽ പോയിട്ട് നജാഷി രാജാവിന്റെ ഇടയിൽ പോയിട്ട് ഫിത്ന ഉണ്ടാക്കൂല. അവര് ക്രൈസ്തവ വിശ്വാസികളായ ആളുകളാണ്. ഇവര് ബഹുദൈവ വിശ്വാസികളായ ആളുകളാണ്. അതുകൊണ്ട് ഇവർ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കൂല എന്ന വിശ്വാസം ആർക്കുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ട്. ഇങ്ങനെയുള്ള 4 കാര്യങ്ങൾ കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്യോപ്യ തെരഞ്ഞെടുക്കാനുള്ള കാരണം. ഇവരെപ്പോഴാണ് പുറപ്പെടുന്നത്, നുബുവത്തിന്റെ 5-ാം വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. പിന്നെ 5 വർഷങ്ങൾക്ക് ശേഷം ഏകദേശം നബിയുടെ 45 വയസ്സായി. റജബ് മാസത്തിലാണ് ഇവർ പോകുന്നത്. പോകുന്ന സമയത്ത് 15 ആളുകളാണ് ഉണ്ടായിരുന്നത്. 15 ആളുകൾ, അതിൽ 11 പുരുഷന്മാരും 4 സ്ത്രീകളും. ആരൊക്കെയാണ് അവര്? ആ 15 പുരുഷന്മാരും അതിൽ പ്രധാനപ്പെട്ട ആളുകൾ, ഒന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, 2 ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ റുഖയ്യ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അബൂ ഹുദൈഫ, സഹീദ് ബിൻ സുഹൈൽ, അബൂ സലമ, ഉമ്മു സലമ, ഉസ്മാൻ ബിൻ മദ്ഊൻ, ആമിർ ബിൻ റബീഅ, ലൈല ബിൻത് അബി ഹസ്മ എന്ന് പറയുന്ന ആളുകളാണ് ഈ ഒരു കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനികളായ ആളുകളുടെ പേരാണ് നമ്മൾ കാണുന്നത്. ഇവിടെ പിന്നെ നമുക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇവിടെ റുഖയ്യ ബീബി, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് ആര്, റുഖയ്യ. ഈ റുഖയ്യ ബീബി ആദ്യം കല്യാണം കഴിക്കുന്നത് ഉത്ബയാണ്, അബൂ ലഹബിന്റെ മകനാണ്. അവര് തൊലാഖ് ചെയ്തതിന് ശേഷമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിന്നീട് റുഖയ്യ ബീവിയെ കല്യാണം കഴിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞൊരു വാക്കാണ്, ഇന്ന ഉസ്മാന അവ്വലു മൻ ഹാജറ ഇലല്ലാഹി ബിഅഹ്ലിഹി ബഅദ ലൂത്ത്. ലൂത്ത് നബിക്ക് ശേഷം കുടുംബസമേതം ആദ്യമായി കൊണ്ട് ഹിജറ ചെയ്ത വ്യക്തി അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. ലൂത്ത് നബിക്ക് ശേഷം ആദ്യമായി കൊണ്ട് പിന്നീട് കുടുംബസമേതം ഹിജറ ചെയ്ത വ്യക്തി ആരാണ്? അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് എന്നുള്ളത് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ചരിത്രമാണ് മഹദിയായ ആമിർ, ലൈല എന്ന് പറയുന്ന മഹദിയുടെയും അവരുടെ ഭർത്താവായ ആമിർ ബിൻ റബീഅ എന്ന് പറയുന്ന വ്യക്തിയും തമ്മിലുള്ള സംസാരം. അഥവാ ഈ ആമിർ ബിൻ റബീഅ എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ ഭാര്യയായ ലൈല ബിൻത് അബി ഹസ്മ എന്ന് പറയുന്ന ഈ ദമ്പതികൾ തമ്മിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഈ ആമിർ ബിൻ റബീഅ എന്ത് ചെയ്തു, അവര് മക്കയിൽ നിന്നും അബിസീനിയയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് അവിടെ കച്ചവട സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോയി. ആ പുറത്തു പോയ സമയത്ത് ഈ ലൈല എന്ന് പറയുന്ന മഹദി അവർക്ക് പോകാനുള്ള സാധനങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വീടിന്റെ പുറത്ത് വന്നിട്ടാണ് കെട്ടണത്. ആ വഴിയിലൂടെ ആര് വരെയാണ്? ഉമർ റളിയല്ലാഹു അൻഹു വന്നു. ഉമർ റളിയല്ലാഹു അൻഹു അന്ന് മുസ്ലിം അല്ല, ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, ഇല ഐന ഉമ്മ അബ്ദില്ല, അബ്ദില്ലകൾ എങ്ങോട്ടാ പോകണത് എന്ന് ചോദിച്ചു. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പൊ അതിന് ഈ ലൈല കൊടുത്ത മറുപടി, നിങ്ങൾ ഈ നാട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ ദീനനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ ഞങ്ങൾക്ക് പിന്നെ അനുവാദം നൽകണില്ല, അല്ലെങ്കിൽ അതനുസരിച്ച് ജീവിക്കാനുള്ള സമാധാനം നിങ്ങൾ ഞങ്ങൾക്ക് നൽകണില്ല. അതുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് ഞങ്ങൾ ഹിജറ പോവുകയാണ്. ഇത് ആരോടെ പറയണത്? ഉമർ റളിയല്ലാഹു അൻഹുവിനോടാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഇത് കേട്ട ഉടനെ ഉമർ പറഞ്ഞ ഒരു വാക്കാണ് സ്വഹിബകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്നാണ്. എന്താ പറഞ്ഞ വാക്ക്? അല്ലാഹ് നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ, യാത്രയിൽ അല്ലാഹു നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്നുള്ള വാക്ക്.
ഈ വാക്ക് ലൈല എന്ന് പറയുന്ന മഹദിയുടെ മനസ്സിൽ വല്ലാതെ സ്വാധീനിച്ചു. പിന്നീട് ആമിർ ബിൻ റബീഅ വീട്ടിൽ വന്നപ്പോ ആമിറിനോട് പറയുന്നുണ്ട്, പിന്നെ ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ സാധനങ്ങൾ കിട്ടുന്ന സമയത്ത് ഉമർ വന്നു. ഉമർ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോ ഞാൻ കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. അതിൽ ഉമർ എന്നോട് മറുപടി പറഞ്ഞത് സ്വഹിബക്കുമുള്ള എന്നുള്ള വാക്കാണ്. എന്നിട്ട് അതിനുശേഷം ലൈല എന്ന് പറയുന്ന മഹദി ചോദിച്ചൊരു ചോദ്യമാണ്, ഉമറിനെ കിട്ടുമോ, അഥവാ ഉമർ ഇസ്ലാം മതം സ്വീകരിക്കുമോ, ഉമർ ഇസ്ലാമിലേക്ക് വരുമോ എന്നുള്ള ഒരു ആഗ്രഹം എന്തിയാണ് ലൈല എന്ന് പറയുന്ന മഹദി പ്രകടിപ്പിച്ചപ്പോ അതിന് മറുപടി ആയിക്കൊണ്ട് അവരുടെ ഭർത്താവായ ആമിർ ബിൻ റബീഅ കൊടുത്ത മറുപടി, വല്ലാഹി ലാ യുസ്ലിമു ഉമർ ഹത്താ യുസ്ലമ ഹിമാർ അൽ ഖത്താബ്. ഖത്താബിന്റെ കഴുത ഇസ്ലാം സ്വീകരിച്ചാലും ഉമർ ഇസ്ലാം മതം സ്വീകരിക്കില്ല. ഖത്താബ് എന്ന് പറഞ്ഞ ഉമർ റളിയല്ലാഹുവിന്റെ ഉപ്പയാണ്. ഈ ഖത്താബിന്റെ കഴുത ഇസ്ലാം മതം സ്വീകരിച്ചാലും ഉമർ എന്ത് ചെയ്യൂല, ഇസ്ലാം മതം സ്വീകരിക്കുകയില്ല എന്നാണ് ആമിർ ബിൻ റബീഅ പറഞ്ഞത്. പക്ഷേ ആ ഉമർ പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, ചരിത്രം മാറ്റിയിട്ടുണ്ട്. 20 ഭൗതിക സാമ്രാജ്യത്തെയും ഒരാത്മീയ സാമ്രാജ്യത്തെയും തന്റെ കാൽക്കീൽ അടക്കി ഭരിക്കുന്ന ഉമർ എന്ന ചക്രവർത്തിയായി പിന്നീട് ആ ഉമറിന്റെ ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. എന്തായാലും യാത്രാ സംഘം മക്കയിൽ നിന്ന് ജിദ്ദ തുറമുഖത്ത് നിന്നാണ് അബുസീനയിലേക്ക് പോകുന്നത്. അന്നും ആ സ്ഥലത്തിന്റെ പേര് ജിദ്ദ എന്നായിരുന്നു. അത് അവിടെ നിന്നാണ് എന്ത് ചെയ്യണത്, അവര് തുറമുഖത്ത് പോകുന്നത്. അബുസീനയിൽ നിന്ന് വന്ന 2 കപ്പലുകൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ആ കപ്പലുകളിൽ കയറി അവര് നേരെ എത്യോപ്യയിലേക്ക് പോയി. ശരിക്കും ഞാൻ അവസാനിപ്പിക്കാണ്. ശരിക്കും അവർ പോകുന്ന സമയത്ത് അവരുടെ കൂടെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറപ്പെട്ടിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിട്ടുണ്ട്, മക്കയിൽ നിന്ന് അബുസീനയിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെട്ടു. അദ്ദേഹം പിന്നെ ഈ ഒരു തുറമുഖത്തേക്ക് വരുന്ന യാത്രാ മധ്യേ ഇബ്നു ദുഗന എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടു. ഇബ്നു ദുഗന എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുസ്ലിം അല്ല. ഇബ്നു ദുഗന എന്ന് പറയുന്ന വ്യക്തിയെ കണ്ട് ഈ ഇബ്നു ദുഗനയോട് പറയുന്നുണ്ട്. അപ്പൊ ഇബ്നു ദുഗന ചോദിക്കുന്നത്, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അബുസീനയിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, അദ്ദേഹത്തോട് ചോദിക്കുന്നത്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പൊ അതിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാല്, ഈ ഒരു നാട്ടിൽ ഇസ്ലാം മതം അനുസരിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കാൻ മക്കക്കാരായ ആളുകൾ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ നാട് വിട്ടു പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ ഇബ്നു ദുഗന കൊടുത്ത മറുപടിയാണ്, താങ്കൾ പോകരുത്. താങ്കളെ പോലെയുള്ള ആളുകൾ മക്കൾക്ക് പുറത്ത് പോകാനും പാടില്ല, മക്കയിൽ നിന്ന് പുറത്താക്കപ്പെടാനും പാടില്ല. താങ്കൾ എന്തുണ്ട്, അതിഥികളെ ആദരിക്കുന്ന ആളാണ്, കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്, കാലവിപത്ത് സംഭവിച്ചവരെ സഹായിക്കുന്ന ആളാണ് അബൂബക്കർ താങ്കൾ. ഓക്കെ, ഇതേ വാക്ക് വേറൊരാളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആരോടാ പറയണത്? ഖദീജ ബീവി. ആരോടെ? നബിയോട്. നോക്കി, ഖദീജ ബീവി നബിയോട് പറഞ്ഞ അതേ വാക്കാണ് ഇബ്നു ദുഗന എന്ന് പറയുന്ന വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്. രണ്ടും ഈ പറഞ്ഞ വ്യക്തികള് വലിയ രൂപത്തിലാണ്. ഖദീജ ബീവി ഇസ്ലാമിലാണ്, ഇബ്നു ദുഗന ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. പക്ഷെ എന്നിട്ടും പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചും ആളുകൾക്ക് ഉണ്ടായിരുന്ന ഒരു ധാരണ, അല്ലെങ്കിൽ ആളുകളുടെ രൂപത്തിൽ അവർക്ക് ഉണ്ടായിരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഈ രൂപത്തിലായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ ചേർത്തി മനസ്സിലാക്കുക. എന്തായാലും പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നീട് എന്ത് ചെയ്യാണ്, മക്കയിൽ വന്ന് തന്നെ താമസിച്ചു. ഒരു കണ്ടീഷൻ വെച്ചു, ഉറക്കെ എന്ത് ചെയ്യരുത്, ഖുർആൻ ഓതരുത് എന്നുള്ളത്. ഉറക്കെ ഖുർആൻ ഓതാൻ പാടില്ല. കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നെ ഖുർആനിന്റെ പിന്നെ ഖിറാഅത്തിന്റെ വശ്യതയിൽ ആളുകൾ അകപ്പെട്ടു പോവുകയാണ്. അപ്പൊ അതിൽ സമ്മതിച്ചു. വീടിന് പുറത്ത് വന്നിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഖുർആൻ ഓതരുത്, ഇസ്ലാം പ്രചരിപ്പിക്കരുത് എന്നുള്ളതാണ്. വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഓതാം. ഇപ്പൊ രാത്രി ആയാലും എന്ത് ചെയ്യും, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഉറക്കം ഓതും. രാത്രി ആയാലും ഖുർആനെ ഉറക്കം ഓതും. ഈ ഉറക്കം ഓതുന്ന സമയത്ത് എന്താ ഉണ്ടാകുന്നത്, ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ വീടിന് ചുറ്റും തടിച്ചുകൂടാൻ തുടങ്ങി. എത്രത്തോളം ചോദിച്ചാൽ അബൂജഹൽ പോലും വരാൻ തുടങ്ങി. കാരണം ഖുർആനിന്റെ വശ്യതയാണ്. അബൂജഹൽ പോലും രാത്രി വരാൻ തുടങ്ങി. ഈ അബൂജഹലും ഖുറൈശി നേതാക്കന്മാരായ ആളുകളും രാത്രി വരും. എന്നിട്ട് ഇവര് രണ്ടുപേരും ഇവിടെ നിൽക്കുന്നുണ്ടെന്നുള്ളവർക്ക് കാണാൻ കഴിയില്ല. കാരണം രാത്രിയാണ്, ഇരുട്ടാണ്. നേരെ വിളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവര് പരസ്പരം കാണും. അപ്പൊ ഇവര് പരസ്പരം തന്നെ ചീത്ത പറയും, നമ്മളെന്നെ കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെന്നെ വരും, അതുകൊണ്ട് നാളെ വരാൻ പാടില്ല. പിറ്റേ ദിവസം ഇവര് ഇതേപോലെ വരും. ഇത് വലിയ പ്രശ്നമായി. അപ്പൊ ഇവര് ദുഗനയോട് പോയിട്ട് പരാതി പറയാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഖുർആൻ ഓതാൻ പറയരുത്. അതിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, താങ്കളുടെ സംരക്ഷണം ഇനി എനിക്ക് വേണ്ട, അള്ളാഹു എന്നെ സംരക്ഷിച്ചോളും എന്ന രൂപത്തിൽ എന്ത് ചെയ്തു, പിന്നെ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിന് തിരിച്ച് മറുപടി കൊടുത്തു. അതാണ്
പിന്നെ അള്ളാഹിന്റെ റസൂലിന്റെ സ്വഹാബികളുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പീഡനങ്ങൾക്ക് ഇരയായ ആളുകളെല്ലാം ആദ്യം ഹിജ്റ പോയത്. ആദ്യം ഏറ്റവും കൂടുതൽ പീഡനങ്ങൾക്ക് ഇരയായ ആളുകൾ ആരൊക്കെ? ബിലാൽ, അമ്മാർ, യാസർ, സുമയ്യ, ഹബ്ബാബ് തുടങ്ങിയ ആളുകളൊക്കെയാണ്. ഇവരാരും എന്ത് ചെയ്തിട്ടില്ല? ഹിജ്റ പോയിട്ടില്ല. എന്നാൽ വലിയ ധനാഢ്യന്മാരായ ആളുകളാണ് ആദ്യം തന്നെ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ആളുകളാണ് ആദ്യം ഹിജ്റ പോണത്. അല്ലെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അവർക്ക് എല്ലാ ആളുകൾക്കും സ്വീകാര്യനായ വ്യക്തിയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയ സന്ധിയുടെ സമയത്ത് അവരുമായി കൊണ്ട് സന്ധിയിൽ ഏർപ്പെടാൻ വേണ്ടി പറഞ്ഞയക്കുന്നത് ആരെയാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയാണ്. ചില ഖുറൈശികളായ ഉമ്മമാര് പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുവേ, ഖുറൈശികൾക്ക് ഉസ്മാനെ എത്രത്തോളം പ്രിയപ്പെട്ടതാണോ അതുപോലെ എന്റെ റബ്ബ് എന്റെ മക്കളെ പ്രിയപ്പെട്ടതാക്കണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് എന്നുള്ളതാണ്. അഥവാ ഖുറൈശികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഏത് രൂപത്തിൽ സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ അള്ളാഹു എന്റെ മക്കളെയും സ്നേഹിക്കട്ടെ എന്ന് ഖുറൈശി ഉമ്മമാർ എന്ത് ചെയ്യാറുണ്ട്? പ്രാർത്ഥിക്കാറുണ്ട്. അത്രത്തോളം ആളുകൾക്കിടയിൽ സ്വീകാര്യനായ വ്യക്തിയാണ് ആര്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പക്ഷെ ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ആദ്യം ഹിജ്റ പോണത്. ആ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആണ് ആദ്യം ഹിജ്റ പോണത്. ആമിർ ബിൻ റബീഅയും ലൈല ബീവിയും അതേപോലെ തന്നെ അബൂ സലമ, ഉമ്മു സലമ തുടങ്ങിയ സ്വഹാബത്താണ് ആദ്യം ഹിജ്റ പോണത്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ ബിലാലും അമ്മാറും ഹബ്ബാബും റളിയല്ലാഹു അൻഹും അജ്മഈൻ ഇവര് പോകാതിരിക്കാനുള്ള കാരണം ഇവർ അടിമകളാണ്. ഇവര് സ്വതന്ത്രരുടെ അടിമകളാണ്. ഇവർക്കൊരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകണമെങ്കിൽ യജമാനന്റെ അനുവാദം കിട്ടണം. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വതന്ത്രനാണ്. അദ്ദേഹത്തിന് ഒരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകാൻ ഒരാളുടെ എന്ത് വേണ്ട? അനുവാദം വേണ്ട. പക്ഷെ ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ അതല്ല. അവർക്ക് എന്ത് വേണം? അനുവാദം വേണം. ആ അനുവാദം കിട്ടി അവർ സ്വതന്ത്രരായാൽ മാത്രമേ അവരുടെ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകാൻ അവർക്ക് അനുവാദം കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ അതിനുള്ള രൂപത്തിൽ അവർക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ടാണ് അവരാരും ആദ്യം പോകാതിരുന്നത്. ഇനി ഈ ബിലാൽ റളിയല്ലാഹു അൻഹു ഒക്കെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയില്ലേ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയിട്ട് പിന്നെ എന്താ ഉണ്ടാകണത്? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഏറ്റവും കൂടുതൽ ക്രൂരമായി മർദ്ദിച്ച നാടാണ് മക്ക. എന്നിട്ടും മക്കയിൽ എത്തിയപ്പോ മക്കയെ കുറിച്ച് ഓർത്ത് അദ്ദേഹം കരഞ്ഞിട്ടുണ്ട്. മക്കയെ കുറിച്ച് ഓർത്ത് അദ്ദേഹം കവിത ചൊല്ലിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, എനിക്ക് മക്ക എന്ന് പറഞ്ഞ ഏറ്റവും പ്രിയപ്പെട്ട നാടാണ്. ആ മക്ക നാട് വിട്ട് മദീനയിലേക്ക് വന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട്, കരയുന്നുണ്ട്. ഈ കവിത സ്വഹാബികൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടായി. അഥവാ അവര് മക്ക വിട്ട് മദീനയിലേക്ക് വന്നിട്ടല്ലേ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിലേക്ക് പോയിട്ട് പിന്നീട് മദീന മക്കയെ ഏതുപോലെ ആളുകൾക്കിടയിൽ മനസ്സുകൊണ്ട് ഇഷ്ടം കൂടുന്നുണ്ടോ അതേപോലെ മക്കയെയും മദീനയെയും പ്രിയപ്പെട്ടതാക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത് അത് ഈ സമയത്താണ്. അപ്പൊ നമുക്ക് മക്ക എങ്ങനെയാണോ അതേപോലെ തന്നെ മദീനയോട് നമുക്ക് സ്നേഹമുണ്ട്. മദീനയും നമുക്ക് എന്തുണ്ട്? പ്രിയുണ്ട്. ചിലപ്പോൾ മക്കയേക്കാൾ കൂടുതൽ നമുക്ക് മദീനയോട് സ്നേഹം കൂടാനുള്ള കാരണം എന്താണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസാണ്. മക്കയെ ഏത് രൂപത്തിൽ പ്രിയപ്പെട്ടതാണോ അല്ലെങ്കിൽ മക്കയേക്കാൾ കൂടുതൽ മദീനയെ പ്രിയപ്പെട്ടതാക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടി നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഇവര് പോകുന്നത് എപ്പോഴാണ്? നബുവത്തിന്റെ 5-ാം വർഷം റജബ് മാസത്തിലാണ്. 2 മാസം കഴിഞ്ഞപ്പോ ഇവര് തിരിച്ചു വന്നു. ഈ പോയ ആളുകളില്ലേ തിരിച്ചു വന്നു. റജബും കഴിഞ്ഞ് ശഅബാനും കഴിഞ്ഞ് റമളാന്റെ അവസാനത്തിൽ ശവ്വാലിന്റെ തുടക്കത്തിൽ എന്ത് ചെയ്തു? ഇവര് തിരിച്ചു വന്നു. തിരിച്ചു വരാനുള്ള കാരണം എന്താണ്? അത് അടുത്ത ക്ലാസ്സിൽ പറയാം. തിരിച്ചു വരാനുള്ള കാരണം അതേപോലെ തന്നെ തിരിച്ചു വന്നിട്ട് വീണ്ടും അവര് അബിസീനയിലേക്ക് തന്നെ പോകുന്നുണ്ട്. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? ഇവര് തിരിച്ചു പോകുന്നുണ്ട്. പിന്നീട് അവര് തിരിച്ചു വരുന്നത് പല ആളുകളും പിന്നീട് വരുന്നത് ഹിജ്റ 7-ാം വർഷമാണ്. ഖൈബർ യുദ്ധത്തിന്റെ അവസാനത്തിൽ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ് അബിസീനയിലേക്ക് പോയ ആളുകൾ പിന്നീട് തിരിച്ചു വരുന്നത് എന്നുള്ളതും കാണാൻ കഴിയും. എന്തായാലും അൽഹംദുലില്ലാഹ് നമ്മളിപ്പോ പറഞ്ഞു വന്ന വിഷയം അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്ത് മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് ഹിജ്റ പോവുകയാണ്. ആ എത്യോപ്യ പ്രവാചകൻ തെരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ നമ്മൾ വിശദീകരിച്ചു. ആ രാജാവിനെ കുറിച്ചും അവരുമായിട്ട് പ്രവാചകൻ ഉണ്ടായിരുന്ന ബന്ധത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വിശദീകരിച്ചു. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ പീഡനങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയ ആളുകളെക്കാൾ മുൻപന്തിയിൽ ആദ്യം പോയത് വലിയ ധനാഢ്യന്മാരായ സ്വഹാബത്താണ്. അതിന്റെ കാരണവും വിശദീകരിച്ചു. ഹിജ്റ നബുവത്തിന്റെ 5-ാം വർഷം റജബ് മാസത്തിലാണ് അവർ പോകുന്നത്. തിരിച്ച് റമളാനിന്റെ അവസാനത്തിൽ 2 മാസത്തിന് ശേഷം ശവ്വാലിന്റെ തുടക്കത്തിൽ തന്നെ അവര് തിരിച്ചു വരികയും ചെയ്തു. അതിന്റെ പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്.
അതുകൂടി അടുത്ത ക്ലാസ്സിൽ പറയാം. അതേപോലെ തന്നെ അവര് വീണ്ടും അബസീനയിലേക്ക് തന്നെ ഹിജ്റ പോയിട്ടുണ്ട്. അതിന്റെ കാരണവും അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയാം. അതിനുശേഷം ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണവും അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണവും, ആ രണ്ട് വിഷയങ്ങളും അതിനുശേഷം നമുക്ക് വിശദീകരിക്കാം. റഹ്മാനായ റബ്ബ് ദീൻ അധികമായി പഠിക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അവൻ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ മരണപ്പെട്ടവരുടെ കബറിടം അവരെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അള്ളാന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ റസൂലുള്ളാഹിന്റെ കൂടെ അള്ളാഹുവിനെ കാണുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. നമ്മള് എല്ലാ വെള്ളിയാഴ്ചയും നടന്നു വരാറുള്ള വിജ്ഞാന വേദി, ഇതിപ്പോ 2 ആഴ്ചയായിട്ട് മസീഹു ദജ്ജാൽ എന്നുള്ള വിഷയത്തിലാണ് നമ്മൾ വിശദീകരിക്കുന്നത്. മസീഹ് ദജ്ജാലിന്റെ രൂപവും മസീഹ് ദജ്ജാല് ഇബ്നു സിയാദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, തമീമുദ്ദാരി എന്ന് പറയുന്ന സ്വഹാബി ദജ്ജാലിനെ കണ്ടത് തുടങ്ങിയ വിഷയങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഈ വെള്ളിയാഴ്ച നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ദജ്ജാലിന്റെ ഫിത്നകൾ. ദജ്ജാലിന്റെ ഫിത്നയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് അകപ്പെടുക എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പൊ ദജ്ജാലിന്റെ ഫിത്നകൾ എന്തായിരിക്കും, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്തായിരിക്കും, അതേപോലെ തന്നെ സമയം ഉണ്ടെങ്കിൽ ഈസാ നബിന്റെ ഈസാ നബി ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിഷയം, അത് സമയം ഉണ്ടെങ്കിൽ ഈ ആഴ്ച, അതല്ലെങ്കിൽ അടുത്ത ആഴ്ച ഈസാ നബിന്റെ ഇറക്കവും പിന്നീട് ബാബുൽ എന്ന് പറയുന്ന ഭാഗത്ത് വെച്ച് ദജ്ജാലിനെ വധിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയവും നമുക്ക് വിശദീകരിക്കാനുണ്ട്. ഈ ഒരു ദജ്ജാലിന്റെ വിഷയം കഴിഞ്ഞാൽ ഇമാം മഹദിനെ കുറിച്ചിട്ടും യജൂജ് മഅജൂജ് എന്ന് പറയുന്ന വിഷയത്തിലും യമനിന്റെ ഭാഗത്തു നിന്ന് വരുന്ന തീയിനെ കുറിച്ചിട്ടൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഓരോ വിഷയങ്ങളും നമുക്ക് വിശദീകരിക്കാം. റഹ്മാനായ റബ്ബ് പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യം സ്ത്രീകളാണ്, എന്നിട്ട് പുരുഷന്മാരാണ്.